മലപ്പുറം താലൂക്ക് ആശുപത്രി കെട്ടിടത്തിന്റെ ശോച്യാവസ്ഥയിൽ നടപടിയുമായി ആരോഗ്യവകുപ്പ്. ബലക്ഷയം വന്ന കെട്ടിടം ഒഴിപ്പിക്കാൻ ആശുപത്രി സൂപ്രണ്ടിന് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശം. ആശുപത്രി കെട്ടിടത്തിന്റെ ശോച്യാവസ്ഥ വാർത്തയായതോടെയാണ് ആരോഗ്യവകുപ്പിന്റെ ഈ ഇടപെടൽ. അത്യാഹിത വിഭാഗം, ഇഞ്ചക്ഷൻ റൂം, കാഷ്വാലിറ്റി സ്റ്റോർ റൂം, ഫിസിയോതെറാപ്പി റൂം, എക്സ്റേ റൂം എന്നിങ്ങനെ നിരവധി വിഭാഗങ്ങളാണ് ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത്. കെട്ടിടം അൺഫിറ്റാണെന്ന് നേരത്തെ കണ്ടെത്തുകയും പൊളിക്കാൻ DHS നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ചുവപ്പ് നാടയിൽ കുടുങ്ങി, ഒന്നും നടന്നില്ല. കെട്ടിടം ഏത് നിമിഷവും നിലം പൊത്തുന്ന അവസ്ഥയിലാണ്. അധികാരികൾ തികഞ്ഞ അവഗണനയാണ്. കാരണം ഇതിനൊരു ബദൽ സംവിധാനം ഈ അൺഫിറ്റാന്ന് കൊടുക്കുമ്പോൾ ഇന്നും 116 ബെഡുള്ള ആശുപത്രിയിൽ വെറും 20 ബെഡേ ഉള്ളൂ. ഇപ്പോൾ ബദൽ സംവിധാനം പോലും ഇതുവരെ നിലനിർത്തിയിട്ടില്ല. കേരളത്തിലെ ഏറ്റവും മോശപ്പെട്ട താലൂക്ക് ആശുപത്രിയാണ് നിലവിലെ മലപ്പുറം താലൂക്ക് ആശുപത്രി. സംഭവം വാർത്തയായതോടെ ഒടുവിൽ ആരോഗ്യവകുപ്പ് ഇടപെട്ടു. കെട്ടിടം ഇന്ന് തന്നെ ഒഴിപ്പിക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഉത്തരവിട്ടു. കെട്ടിടത്തിലേക്കുള്ള വഴികൾ അടച്ചിടണം. പ്രവേശനം വിലക്കിയുള്ള ബോർഡ് സ്ഥാപിക്കാനും DMO ആശുപത്രി സൂപ്രണ്ടിന് നിർദ്ദേശം നൽകി. 68 വർഷം പഴക്കമുള്ള ഈ കെട്ടിടം പൊളിച്ച് പുതിയത് നിർമ്മിക്കാൻ നേരത്തെ ഭരണാനുമതി നൽകിയിട്ടുണ്ട്. കേന്ദ്ര ഫണ്ടിൽ നിന്ന് 10 കോടിയോളം രൂപ അനുവദിച്ചിട്ട് 4 വർഷം പിന്നിട്ടു. 24 മലപ്പുറം.